ഇപ്പം മമ്മൂട്ടി തന്നെ എടുക്കുന്ന കാര്യങ്ങൾ. മമ്മൂട്ടി ആദ്യം ഹരിഹരൻ്റെ ഒരു പടത്തിൽ അവർ വികടകവിയിൽ അഭിനയിക്കാമെന്ന് അവസരം ഉണ്ടായിരുന്നു തുടക്കകാലത്ത്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് അഭിനയിച്ച് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ക്ലൈമാക്സ് എടുക്കണം. മമ്മൂട്ടി വരുന്നില്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? മമ്മൂട്ടി വരുന്നില്ല, ആകെ വല്ലാതായി. വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ക്ലൈമാക്സ് എടുത്തത്. പിന്നെ ഒരിക്കലും ഹരിഹരൻ വിളിച്ചിട്ടില്ല. എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. വടക്കം വീരകഥയാണ് പിന്നെ അഭിനയിച്ചിട്ടുള്ളത്. ഒന്ന് എന്താ എന്റെ ഉദ്ദേശം? അത് MT വിളിച്ചെന്തോ പാരിതോഷം കൊടുത്ത പോലെ മമ്മൂട്ടി. ഞാൻ പറഞ്ഞാൽ കള്ളമാണെന്ന് പറഞ്ഞത്. കാരണം അത് ഞാനാ കാരണക്കാരനും ഹരിഹരൻ അറിയാം. ഞങ്ങൾ കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരാണ് ശരിക്കും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ ഞാൻ ഒന്ന് കൊണ്ടുവരും. എന്നെ കൊണ്ട് തോറ്റു. ആരോട് തന്റെ കൂട്ടുകാരൻ വലിയ മമ്മൂട്ടിയാണോ? പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചു. അല്ല മമ്മൂട്ടിയാണെങ്കിൽ കണ്ടിപ്പിക്കണ്ട കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. സാറിന്റെ ആത്മാർത്ഥത്തെ സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി കുടിക്കണതിൽ കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ. വൈകിട്ട് ഞാൻ വന്നു, ഡോർ നോക്കിയത്. ഞാൻ ആദ്യം കിടന്നു. എവിടെ നിങ്ങളുടെ ആള്? മമ്മൂട്ടി കണ്ടപ്പോ എന്നെ വളരെ രൂക്ഷമായിട്ട കാര്യം നോക്കിയേ. ചതിക്കല്ലേ കള്ളം പറഞ്ഞാ കൊണ്ടുവന്നു. ആ പിന്നെ കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളതാണ് ആലോചിക്കണം. ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു. അപ്പോൾ ഇന്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞ് ഈ ഗുണകരമായ രീതിയിൽ ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വരുമ്പോൾ താൻ എന്തിനും അതൊക്കെ ചെയ്തു വെച്ചില്ല. അത് MT ആയുള്ള സ്വന്തം ആളല്ലേ. MT പറഞ്ഞിട്ടില്ല, ഓക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളായി നിങ്ങളുടെ പാടായി, നമ്മളീ നാട്ടുകാരനല്ലപ്പാ. മാത്രമല്ല അത് തലവേദനയാവും. ഞാൻ പറഞ്ഞു അത് ഉറപ്പ് ഫലം, അത് ഒരു തലവേദന ഉണ്ടാകില്ല. ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. അങ്ങനെ MT ഇതും കൂടിയിട്ടാണ് വീണ്ടും അയാൾക്കൊരു എൻട്രി കൊടുത്ത ഇവിടേക്ക്. ആ എൻട്രി കൊടുത്ത് 15 ദിവസം കഴിഞ്ഞ് ഹരിഹരൻ എന്നെ വിളിച്ചു. അതിന് താനെന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? താനല്ലേ പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ടാക്കില്ല എന്ന്. ഭയങ്കര തലവേദനയപ്പോ. ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. ഈ വടക്കൻ വീരാഗ്രത നാഷണൽ അവാർഡ് കിട്ടിയായിരിക്കും. അപ്പൊ ഹരിഹരൻ ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ പറഞ്ഞു അതിന് കാരണക്കാരൻ പല്ലിശ്ശേരിയാണെന്ന് അങ്ങനെ പറഞ്ഞു പോയി. നീ അടങ്ങി. അത് ഏതോ പത്രത്തിന്റെ വാചകമേളയിൽ എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ടു ഇയാളൊരു രോഷാകുലനായി രൗദ്രഭാവത്തിൽ നിന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വടക്കൻ വീരഗാഥയിൽ അഭിനയിക്കാൻ ഞാൻ തന്നെ കാരണം. അത് ഹരിഹരൻ പറഞ്ഞിട്ടല്ലോ, നിങ്ങൾക്കറിയാലോ അറിയാനുള്ളത്. നിനക്കിപ്പോ മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന്. അത് കഴിഞ്ഞ് പിന്നൊരിക്കൽ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ വീണ്ടും ഇയാൾ മനസ്സിൽ വെച്ചിട്ടിരിക്കുന്ന സാധനമായിരിക്കും. വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത്തവണ ദേശീയ അവാർഡ് കിട്ടി, താൻ മുഖാന്തരമായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. അതാണ് അയാൾ ചില സ്വഭാവം എന്ന് ആലോചിക്കണം. എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. ടെൻഷൻ ആവണ്ട.